നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ എപ്പോഴും ഫണ്ടാണല്ലോ ഏറ്റവും ഒരു ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള സംഗതി. ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് പുതിയ ഓണ്ടർപ്രണേഴ്സിനൊക്കെ ഫണ്ട് വലിയൊരു ക്രിട്ടിക്കൽ സംഗതിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ഒരുപാട് സ്കീമുകൾ നമുക്ക് വലിയ പ്രയോജനപരമായിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തത്തോട് കൂടി കാണുകയും ആ രീതിയിൽ എടുക്കാൻ നോക്കുകയാണെങ്കിൽ സ്കീമുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ ഏതൊരു ബിസിനസ്സുകാരനും ഏറ്റവും എളുപ്പം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ സ്റ്റേജ് എന്താണോ, ഗ്രോത്തിൻ്റെ സ്റ്റേജ് എന്താണോ, അതിനനുസരിച്ച് ഈ സ്കീമിൽ 10 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും. സർക്കാർ പലതരത്തിലുള്ള ബിസിനസ്സുകളെയും പല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പം ഒരു ടെക്നോളജി ഡ്രിവൺ ബിസിനസ് എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഏതൊരു ബിസിനസ്സിനെ ഇവിടെ സംരംഭങ്ങൾ കൂടുക, തൊഴിൽദാതാക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ഇതൊക്കെയാണ് ലക്ഷ്യം. ഐസക്, നമ്മുടെ ഇന്നത്തെ വിഷയം വെച്ചാൽ എല്ലാ ബിസിനസ്സുകാർക്കും അറിയേണ്ടത് സർക്കാർ എന്തെങ്കിലും സ്കീം കൊടുക്കുമോ, അല്ലെങ്കിൽ ബിസിനസ്സുകാരെ എങ്ങനെയാണ് സർക്കാർ സഹായിക്കുക എന്നുള്ള കാര്യങ്ങളാണ്. എക്സ്പെഷ്യലി സ്റ്റാർട്ടപ്സിനായിരിക്കും ഇത് കൂടുതലും ഗുണം ചെയ്യുക, അല്ലേ? നമ്മൾ സ്റ്റാർട്ടപ്പ് ആകുമ്പോൾ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമോ എന്നെല്ലാവരും നോക്കുമല്ലോ. എന്തൊക്കെയാണ് സർക്കാർ ഒരു സ്റ്റാർട്ടപ്പിന് കൊടുക്കുന്ന ബെനിഫിറ്റുകൾ? സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട്. നമ്മൾ സ്റ്റാർട്ടപ്പിനെ പറയുമ്പം പൊതുവെ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ബിസിനസ്സിനെ സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കാം. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനീഷ്യേറ്റീവിൻ്റെ കീഴിൽ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഇന്നോവേഷനും ടെക്നോളജിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന അതിനെയാണ് സ്റ്റാർട്ടപ്പ് എന്നുള്ളത് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഡെഫിനിഷനിൽ സ്റ്റാർട്ടപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ ബിസിനസ്സിനും മറ്റ് ബിസിനസ്സുകൾക്കൊക്കെ പല സ്കീമുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് തപ്പിയെടുക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം. പല സ്കീമുകളും സർക്കാർ പലതരത്തിലുള്ള ബിസിനസ്സുകളെയും പല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പം ഒരു ടെക്നോളജി ഡ്രിവൺ ബിസിനസ് എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഏതൊരു ബിസിനസ്സിനെ ഇവിടെ സംരംഭങ്ങൾ കൂടുക, തൊഴിൽദാതാക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ഇതൊക്കെയാണ് ലക്ഷ്യം. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് സ്കീമുകളുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കീമുകളുണ്ട്. പിന്നെ SC/ST കാറ്റഗറിയിൽ പെടുന്നവർക്ക് വേറെ സ്കീമുകളുണ്ട്. അപ്പം നമ്മുടെ ബിസിനസ് ഏത് തരത്തിലുള്ളതാണെന്ന് നോക്കിയിട്ട് നമ്മൾ അതിനുള്ള സ്കീമുകൾ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. ഞാനൊരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ എനിക്ക് എന്ത് ബെനിഫിറ്റ് തരും സർക്കാർ? ലോൺ എടുക്കുമ്പോൾ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുമോ? നമ്മളുടെ സ്റ്റാർട്ടപ്പുകളെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ, ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമാണ്. അതായത് നിങ്ങൾക്ക് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കാം. ഈ ലോണിന് എന്ത് ചെയ്യും? ഗവൺമെന്റ് ഗ്യാരണ്ടി ചെയ്യും. അതാകുമ്പോൾ നിങ്ങൾ കൊളാറ്ററലായിട്ടൊന്നും വെക്കണ്ട. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ അതിലൊന്നാണ് PMMY മുദ്ര സ്കീം. ഏതൊരു ബിസിനസ്സുകാരനും ഏറ്റവും എളുപ്പം അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ സ്റ്റേജ് എന്താണോ, ഗ്രോത്തിന്റെ സ്റ്റേജ് എന്താണോ, അതിനനുസരിച്ച് ഈ സ്കീമിൽ 10 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും. മുദ്ര ലോൺ. അതിന് പ്രത്യേകിച്ച് കൊളാറ്ററലൊന്നും കൊടുക്കണ്ട, വേണ്ട. പിന്നെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊരു ബാങ്കിൽ ഏതൊരു ബാങ്കിന്റെ ലോൺ അപ്ലൈ ചെയ്ത് അപ്രൂവൽ എടുക്കുന്നത് പോലെ തന്നെ ഇതും ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ഒരു ട്രാക്ക് റെക്കോർഡ് വേണം, 3 വർഷമായിട്ട് ലോണൊന്നും മുടങ്ങരുത്, അങ്ങനെ കാര്യങ്ങളൊക്കെ ബാങ്ക് നോക്കും. സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ ഗവൺമെന്റോ ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി ചെയ്യുന്നു എന്നുള്ളതിന്റെ അർത്ഥം ഇവര് നാളെ പൈസ എടുത്ത് തിരിച്ചടയ്ക്കാതിരിക്കാൻ പറ്റുമെന്നുള്ളതല്ല. ബാങ്കുകളുടെ ഒരു ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ, ഈവൻ ദോ ഗവൺമെന്റ് ഗ്യാരണ്ടി ചെയ്താണെങ്കിൽ പോലും ഇത് തിരിച്ചു പിടിക്കാനുള്ള എല്ലാ എഫേർട്ടും ബാങ്ക് കൊടുത്തിരിക്കണം. അതാണ് ബാങ്കുകൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അപ്പം നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ എപ്പോഴും ഫണ്ടാണല്ലോ ഏറ്റവും ഒരു ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള സംഗതി. ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് പുതിയ ഓണ്ടർപ്രണേഴ്സിനൊക്കെ ഫണ്ട് വലിയൊരു ക്രിട്ടിക്കൽ സംഗതിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ഒരുപാട് സ്കീമുകൾ നമുക്ക് വലിയ പ്രയോജനപരമായിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തത്തോട് കൂടി കാണുകയും ആ രീതിയിൽ എടുക്കാൻ നോക്കുകയാണെങ്കിൽ സ്കീമുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ മുദ്ര സ്കീം. 2 ക്രെഡിറ്റ് ഗ്യാരണ്ടി പ്ലസ് സബ്സിഡി. ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്സിന് ഒരു സ്കീമുണ്ട്. അതിൽ 90% വരെ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഉണ്ട് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന്. ലോൺ എടുക്കാം, നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നൊക്കെ നമുക്ക് ലോൺ എടുക്കാം. ഈ 90% ഗവൺമെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ 10% ഇട്ടാൽ മതി. ഈ 90%ന്റെ 35% ഗവൺമെന്റ് സബ്സിഡി ആയിട്ട് ഗവൺമെന്റ് അടയ്ക്കും. അപ്പം ഇൻ ഇഫക്റ്റ് നമുക്ക് അതിൻ്റെ അകത്തു നിന്നുള്ള നല്ലൊരു ശതമാനവും നമുക്ക് 65% മാത്രം തിരിച്ചടച്ചാൽ മതി. 55% തിരിച്ചടച്ചാൽ മതി. അത് ബാക്കി സബ്സിഡി ആയിട്ട് ഗവൺമെന്റ് അടയ്ക്കും. അപ്പൊ ഇതൊക്കെ വലിയ ബെനിഫിഷ്യൽ ആണ്. അപ്പൊ നമ്മൾ ഫുഡ് പ്രോസസ്സിംഗിലാണെങ്കിൽ ഈ സ്കീമിനെ പറ്റി പഠിച്ച് അതിനൊരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക. ഇത് പെട്ടെന്ന് മൂവ് ചെയ്യുന്നൊരു ഒരു പ്രോസസ്സാണിത്. പിന്നെ അതേപോലെ തന്നെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് അല്ലേ പ്രോത്സാഹിപ്പിക്കുന്നത്? സെൻട്രൽ ഉണ്ട്. ഇത് പ്രധാനമന്ത്രിയുടെ ഒരു സ്കീമാണ്. അതേപോലെ തന്നെ സ്റ്റേറ്റും നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഡിസ്ട്രിക്ട്
വ്യാവസായിക വകുപ്പിൻ്റെ കീഴിൽ ഓരോ ഡിസ്ട്രിക്ട് വൈസിലൊക്കെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ട്. നമ്മളത് തപ്പിയെടുക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരൻ ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് പബ്ലിക്കിന് വലിയ അവയർനെസ് ഇല്ല. എങ്ങനെ അതിലേക്ക് എത്തുമെന്നോ എന്താണ് കിട്ടുക പബ്ലിക്കിന് അറിയില്ല. അതെ, അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് കാര്യങ്ങൾ, ഇതിനെ പബ്ലിക്കിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അവരുടെ ഒരുപാട് ഒരു ഇൻഫർമേഷണൽ രീതിയിൽ അവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച ഒരു ഉത്തരവാദിത്തമാണ്. പിന്നെ സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ച് ടെക്നോളജി ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾക്ക് സീഡ് ഫണ്ടുകളുണ്ട്. സീഡ് ഫണ്ട് ഗ്രാൻഡ് ഒക്കെ ആയിട്ട്. അപ്പോൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഒരു സീഡ് ഫണ്ട് ഉണ്ട്. 20 ലക്ഷം രൂപ ഗ്രാൻഡ് ആയിട്ട് കിട്ടും നിങ്ങളുടെ ഈ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ, ഒരു പ്രോട്ടോടൈപ്പ് ബേസിൽ. അത് ഗ്രാൻഡ് ആയിട്ടാണ് കിട്ടുന്നത്, തിരിച്ചു കൊടുക്കാൻ വേണ്ട. ഓ ശരി. അതൊരു മാർക്കറ്റ് എൻട്രീസ് ഇതിലേക്കൊക്കെ പോകുമ്പോൾ ഒരു 50 lakhs വരെയൊക്കെ ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റും കൂടുതൽ 5 crore വരെയൊക്കെയുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളുണ്ട് ഗവൺമെന്റിന്റെ. ഡിപ്പെൻഡ്സ് ഓൺ പ്രോജക്ട്സ് ആണ്. അതേപോലെ തന്നെ ഈ MSMEകളുടെ ക്ലസ്റ്ററുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, ക്ലസ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ ചില ഏരിയകൾ ഉണ്ടാവില്ല, അവിടെ കുറെ ഫർണിച്ചർ പേര് കേട്ട ഏരിയ. അപ്പം അങ്ങനെയുള്ള ക്ലസ്റ്ററുകൾ ഡെവലപ്പ് ചെയ്യാൻ അവർക്കൊക്കെ ഒരു കോമൺ ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഗവൺമെന്റ് എനിക്ക് തോന്നുന്നു 90% വരെ ഫണ്ട് ചെയ്യുന്ന ഒരുപാട് സ്കീമുകളുണ്ട് ക്ലസ്റ്ററുകൾ ഡെവലപ്പ് ചെയ്യാൻ. വലിയ വലിയ മെഷീൻസോ, കാരണം ഇപ്പം നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഫർണിച്ചർ മാനുഫാക്ചറിങ് തന്നെയാണെന്ന് വിചാരിക്കട്ടെ, ഒരു ക്ലസ്റ്റർ ആണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇവർക്കൊക്കെ ഉപയോഗിക്കാനുള്ള പുതിയ ടെക്നോളജിയിലുള്ള മെഷീനറി അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് കാര്യങ്ങൾ ഇവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഗുണകരമാവുന്ന രീതിയിൽ ഒരു ക്ലസ്റ്റർ ഡെവലപ്പ് ചെയ്യാനാണെങ്കിൽ ആ പ്രോജക്റ്റൊക്കെ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് സ്കീമുകളുണ്ട്. ഫർണിച്ചറിൽ മാത്രമല്ല, പ്ലാസ്റ്റിക്കിന്റെ ഇതിൽ ക്ലസ്റ്ററുകളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഫുഡിന്റെ ഇതിലൊക്കെ ഒരുപാട് ക്ലസ്റ്ററുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പോഡ്കാസ്റ്റ് എന്തെങ്കിലും സർക്കാർ സർക്കാർ നമ്മൾ പ്രോത്സാഹിപ്പിച്ചിരിക്കുകയല്ല. അത് ഇനി പുതിയ സ്കീമുകളൊക്കെ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യാനൊരു സ്കീം അല്ല ഇതെന്താ ഞാൻ മനസ്സിലാക്കുന്നത്, ഇതുപോലെയുള്ള സ്കീമുകളും ഫിനാൻഷ്യൽ സപ്പോർട്ടും സർക്കാർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ വികസനം ഉണ്ടാകുക എന്ന പർപ്പസിലാണ്. അതെ അല്ലേ? തീർച്ചയായും. എങ്കിൽ മാത്രമേ എക്കോണമി ഡെവലപ്പ് ആവുള്ളൂ. തൊഴിൽ ദാതാക്കളും തൊഴിൽ എടുക്കുന്ന രണ്ടുപേർക്കും ഇത് ബെനിഫിറ്റ് ചെയ്യണമെങ്കിൽ ഇത് വേണമല്ലോ. ഒരു ഫണ്ട് അടിസ്ഥാനപരമായിട്ട് ആവശ്യം വരുമ്പോൾ ഇത് ഹെൽപ്ഫുൾ ആവും. ഓക്കെ. അപ്പോൾ ഐസക്കിന് എങ്ങനെയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പോഡ്കാസ്റ്റ് കാണുന്ന സമയത്ത് ഒരു ഐസക്കിന് എങ്ങനെയാണ് അവരെ സഹായിക്കാനായിട്ട് പറ്റുക? പല സ്കീമുകളെ പറ്റിയുള്ള ഇൻഫർമേഷൻ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, അവർക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം ഈ സീഡ് ഫണ്ട്, കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സീഡ് ഫണ്ട് ഉണ്ട്, അത് റീപേയബിൾ ആണ്. അപ്പം അതിലൊക്കെ വരുമ്പോൾ പലപ്പോഴും എലിജിബിലിറ്റി വരുന്നത് പ്രൈവറ്റ് ലിമിറ്റഡും LLP ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരുടെ അതിൻ്റെ എലിജിബിലിറ്റിനെ പറ്റി മനസ്സിലാക്കുക, അതിനെ അവരെ തയ്യാറാക്കാനൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റും. നമുക്കെന്നല്ല, ഏതൊരു പ്രൊഫഷണലിനും അത് ചെയ്യാൻ പറ്റും. ഒരുപാട് അപ്പോൾ ഇത്രയും ഫെസിലിറ്റിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ടേക്ക് അവേ. അതെ, വേറൊരു ഉദാഹരണം കൂടെ പറയുകയാണെങ്കിൽ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കാർഷിക വകുപ്പിന്റെ ഒരുപാട് സബ്സിഡികളും സ്കീമുകളുണ്ട്. നമ്മളിതിനെപ്പറ്റി പഠിക്കുക എന്നുള്ളത് ഒരു ഓണ്ടർപ്രണറുടെ ഉത്തരവാദിത്തമാണ്. അതല്ലാതെ സർക്കാർ ഒന്നും തരുന്നില്ല എന്നുള്ളതല്ല പറയരുത്. നമ്മൾ തപ്പി നോക്കിയിട്ടല്ലേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. എങ്കിലും ഞാനേ ഇപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മൾ കാര്യം പറയണമെങ്കിൽ ഇതുമായിട്ടൊരാൾ തുനിഞ്ഞിറങ്ങുമ്പോൾ അവൻ എപ്പോഴും ഭയങ്കരമായ പ്രോബ്ലംസ് ഫേസ് ചെയ്യാറില്ലേ ഐസക്കിൻ്റെ കാഴ്ചപ്പാടിൽ? സർക്കാരിന്റെ കാര്യം മുറ പോലെ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതിന്റെ ഒരു പ്രശ്നമുണ്ട്, ഒരു ഡിലേ ഒക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ ഈ ക്ലസ്റ്ററിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്ലസ്റ്ററുകൾ അപ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരു 3 or 4 സ്ഥാനം കേരളത്തിനുണ്ട്. 16 ക്ലസ്റ്ററുകൾ നമ്മൾ കഴിഞ്ഞ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലായിരുന്നു. 16 അതിൽ കൂടുതലായിട്ടുണ്ട് ഇപ്പം ലേറ്റസ്റ്റ്. അപ്പം നമുക്ക് തമിഴ്നാട് 45 എങ്ങാണ്ടാണ്. പക്ഷെ നമ്മൾ അത് വെച്ച് നോക്കുമ്പോൾ 16 എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ നമ്പർ വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു 3ാമത്തെയോ 4ാമത്തെയോ സ്ഥാനത്താണ്. അപ്പോൾ ഇതൊക്കെ കിട്ടുന്നുണ്ട്. ഇതിനെപ്പറ്റി അവയർനെസ് പറയില്ലല്ലോ, കിട്ടാത്തേ പറയുള്ളൂ. ഗവൺമെന്റിന്റെ റിപ്പോർട്ടുകൾ എടുത്ത് നോക്കിയാൽ മതി, അപ്പം നമുക്ക് മനസ്സിലാവും ഇതിനെപ്പറ്റി അവയർനെസ് ഉള്ളവർ ഇതൊക്കെ നേടിയെടുക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് ആളുകൾ തുനിഞ്ഞിറങ്ങണം. അതെ, യെസ്. അപ്പോൾ അതിൽ സന്തോഷം. ഈ ഒരു പോഡ്കാസ്റ്റ് സത്യം പറഞ്ഞാൽ ആൾക്ക് ഹെൽപ്ഫുൾ ആകട്ടെ. കാരണം ബിക്കോസ് ഗവൺമെൻറ് തലത്തിൽ ഇങ്ങനത്തെ ഒരുപാട് സ്കീമുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്ന ടേക്ക് അവേ. താങ്ക് യു സോ മച്ച്. വീട്ടിലിരിക്കാട്ടോ. താങ്ക് യു.